الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തസാലു ഖദമ ഇബ്നി ആദമ യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്ന ആളുകൾ, അവരോട് അല്ലാഹു ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറയാതെ ഒരാൾക്കും അവിടെ നിന്ന് ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതല്ല. അല്ലാഹു നൽകിയ വലിയ 4 അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് അല്ലാഹുവിന് മറുപടി കൊടുക്കണം. ഒന്നാമതായി അൻ ഉംരിഹി ഫീമാ അഫ്നാ, അല്ലാഹു നൽകിയ ആയുസ്, ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്, അത് നീ എങ്ങനെ ചിലവഴിച്ചു. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, അല്ലാഹു നിനക്ക് നൽകിയ യുവത്വം, ഊർജ്ജസ്വലത, എന്തും ചെയ്യാനുള്ള ഒരു മനസ്സും അതിനൊത്ത ശരീരവും ഒരുമിച്ച് ചേരുന്ന ആ യുവത്വം, അത് നീ എങ്ങനെ ചിലവഴിച്ചു. വമാലിഹി മിൻ ഐന ഇക്തസബ് വഫീമാ അൻഫഖ്, സമ്പത്ത് അതെവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ ചിലവഴിച്ചു. വമാദാ അമില ഫീമാ അലിം, നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അല്ലാഹു നിനക്ക് നൽകിയ അറിവ്, നീ അത് എങ്ങനെ ഉപയോഗിച്ചു. സഹോദരന്മാരെ, ഇതിൽ അൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം അത് നീ എങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു, എങ്ങനെ വിനിയോഗിച്ചു എന്ന്, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഒരു ആയുസ്സിൽ, ഒരു മനുഷ്യന്റെ ആയുസ്സിലെ എന്നും കൊതിക്കുന്ന ഒരു മഹത്തായ ഒരു ആരോഗ്യത്തിൻ്റെയും ശാരീരിക സുസ്ഥിരതയുടെയും സമയമാണ് യുവത്വം എന്നുള്ളത്. കുട്ടിത്തം വിട്ട് വാർദ്ധക്യത്തിൻ്റെ കഷ്ടാനഷ്ടങ്ങളും പ്രയാസങ്ങൾക്കും മുമ്പ് ഉള്ള ഒരു കാലഘട്ടം, എന്തും ചെയ്യാൻ എന്തിനുമുള്ള ഒരു മനസ്സ്, അല്ലാഹുവിൻ്റെ മുമ്പിൽ അതിന് മറുപടി വേണ്ടി വരും എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും യുവത്വത്തെ ലോകം കാണുന്നത്, വിലയിരുത്തുന്നത് പൊട്ടിത്തെറിയുടെ കാലഘട്ടം. പക്വതയില്ലാത്തവർ, അവർ ചെയ്യുന്ന തെറ്റുകളെ അതവരുടെ പ്രായത്തിൻ്റെ ചാബല്യമായി കണക്കാക്കുന്നവർ, അവരെ പലപ്പോഴും പല കാര്യങ്ങൾക്കും നേതൃത്വത്തിലേക്ക് പോലും കൊണ്ടുവരികയില്ല. എന്തെന്നാൽ അവർക്ക് ചിന്തയില്ല, അവർക്ക് അവരുടെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ എന്ന നിലക്ക് കണക്കാക്കുകയും അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തൊന്നാകെ നമ്മൾ കാണുന്നത്. എന്നാൽ ലോകത്ത് എന്തൊക്കെ വിപ്ലവങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ, എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അത് യുവാക്കളാണ്. ചരിത്രം അതാണ് നമുക്ക് നൽകിയിട്ടുള്ള പാഠം. ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ യുവജനതയെ പരിഗണിക്കാതെ, അവർക്ക് അവസരങ്ങൾ നൽകാതെ, അവരെ കേൾക്കാത്തതിൻ്റെ പല പ്രശ്നങ്ങളും അത് കുടുംബങ്ങളിലുണ്ട്, നാട്ടിലുണ്ട്, രാഷ്ട്രങ്ങളിലുണ്ട്, പ്രസ്ഥാനങ്ങളിലുണ്ട്. ഇനി വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, അവരെ കുറിച്ചും നമുക്കൊരു ബോധമുണ്ടാകണം.
കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, മാതാപിതാക്കൾക്ക് പേടിയാണ്. എന്താകും അവർ, എന്താണ് അവരുടെ അവസ്ഥ, നാളെ എന്താകും എന്ന ചിന്ത. സഹോദരന്മാരെ, ഇസ്ലാം യുവത്വത്തെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അവരെ ഉപയോഗിക്കണം, അവരെ എല്ലാ നിലക്കും കൂടെ നിർത്തണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്തെന്നാൽ അവർക്ക് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് ആ പ്രായത്തിൽ അവർ ചെയ്യും. മറ്റുള്ളവർ നോക്കി നിൽക്കും, പറയും അവൻ്റെ രക്തത്തിളപ്പ് എന്നവനെ ആക്ഷേപിക്കാറുണ്ട്. അല്ല, അതൊരു കഴിവാണ്. ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ ചാടി ഇറങ്ങി എന്തും ചെയ്യാനുള്ള ഒരു മനക്കരുത്ത്. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ നമ്മളത് കണ്ടു. ഇന്നതാ ശ്രീലങ്കയിൽ അവർക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് യുവത്വമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യുവത്വത്തെ പോസിറ്റീവായി കാണുകയും അല്ലാഹും റസൂലും പഠിപ്പിച്ച രീതിയിലേക്ക് അവരെ കൊണ്ടുവരാനും നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധരിക്കുന്ന, ഇമാം അഹ്മദ് ധരിക്കുന്ന ഒരു സംഭവം കാണുവാൻ സാധിക്കും. അന്നഖൗം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അതൗ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഫാഖറൻ ബിമാ ഹസല സാഹിബിഹിം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജനത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ പ്രവാചകന്റെ അടുക്കലേക്ക് ആ ജനത വന്നു. അവരുടെ കൂട്ടത്തിൽ കുട്ടിയായ സെയ്ദുണ്ട്. ഫഖാലു യാ റസൂലല്ലാഹ് ഹാദാ ഗുലാം മിൻ ബനി നജ്ജാർ. പ്രവാചകരെ, ഞങ്ങളോടൊപ്പമുണ്ട് ഈ കുട്ടിയുണ്ടല്ലോ, ഈ യുവാവ്, ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിലെ അഭിമാനമുണ്ട്, അഭിമാനമാണ്. എന്തെന്നാൽ പ്രവാചകരെ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 10-ൽ പരം സൂറത്തുകൾ ഹിഫ്ദാക്കിയ കുട്ടിയാണിവൻ എന്നവർ അഭിമാനത്തോടു കൂടി തങ്ങളുടെ കൂട്ടത്തിലെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ അത് കേട്ടപ്പോൾ അത്ഭുതമുണ്ടായി, സന്തോഷമുണ്ടായി. വഖാല യാ സയ്യിദ് തഅല്ലമ ലി കിതാബ യഹൂദ് ഫഇന്നി വല്ലാഹ് മാ ആമിൻ യഹൂദ് അലാ കിതാബ്. ആ കുട്ടിയോട്, ചെറുപ്പക്കാരനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സയ്യിദ്, സയ്യിദേ, നീ എനിക്ക് വേണ്ടി യഹൂദരുടെ ഗ്രന്ഥവും ഭാഷയും പഠിക്കണം. എന്തെന്നാൽ പ്രവാചകൻ മദീനയിൽ വന്ന് ഒരു ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അവിടെ യഹൂദരായ ആളുകളുണ്ട്. അവർ വഞ്ചനയിൽ അറിയപ്പെട്ടവരാണ്. അവരുടെ ഭരണാധികാരി കൂടി പ്രവാചകനാണ്. അവരുമായുള്ള എഗ്രിമെന്റ്, അവരുടെ വിധി, അവരുടെ തീരുമാനങ്ങൾ തീരുമാനിക്കേണ്ടത് തൗറാത്ത് പ്രകാരവും അവരുടെ മതപ്രകാരവുമാണ്. അതുകൊണ്ട് അവർ പ്രവാചകനൊട്ടാണെങ്കിൽ ആ ഭാഷയും അറിയില്ല, അത് പഠിച്ചിട്ടുമില്ല. അവർ അതിൽ മാറ്റം വരുത്തും. അതുകൊണ്ട് പ്രവാചകൻ സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ, നീ അത് പഠിക്കണം. ഖാല സെയ്ദ് ഫതഅല്ലംതു കിതാബഹും മാ മറത് ബിഹി 15 ലൈല. സെയ്ദ് പറയുകയാണ്, ഞാൻ 15 ദിവസം കൊണ്ട് അത് പഠിച്ചെടുത്തു, അവരുടെ മതഗ്രന്ഥങ്ങളും ഭാഷയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വല്ല സന്ദേശവും അയക്കുകയോ അവരിൽ നിന്ന് വല്ല സന്ദേശം പ്രവാചകന് വരികയോ ചെയ്താൽ അത് വായിച്ചു കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നത് ഞാനായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. ആ ഒരു പ്രായമതാണ്, തിളക്കുന്ന ചിന്ത, എന്തും ഒപ്പിയെടുക്കാനുള്ള ഒരു മനസ്സ്. ഇന്നത്തെ യുവത്വം വെറും ക്യാമറയുമായി എന്തൊക്കെ ആഭാസങ്ങളുമായി നടക്കുകയാണ്. നമ്മുടെ മക്കളെയും നമ്മളിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതായിരിക്കണം മാതൃക. ആ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ 20ഓ 23-ാമത്തെയോ വയസ്സിലാണ് വിശുദ്ധ ഖുർആൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ സ്വഹാബിയാരാണ്? നമുക്കറിയാം, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ അന്ന് വളർത്തിയെടുത്ത ഒരു യുവാവാണ്. ഈ വിശുദ്ധ ഖുർആൻ മുസ്ഹഫുകളായി 2 ഏടുകളുടെ ഉള്ളിലായി ക്രോഡീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം, ആ നേതൃത്വത്തിലേക്ക് വന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കണം യുവാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അടുത്തതായി വഹാദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ത്വായിഫിലുള്ളവർക്ക് ഏറ്റവും സുപരിചിതനായ സഹാബി. ത്വായിഫ് തന്നെ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ആ സഹാബിയുടെ പേരിലായിരിക്കും, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ സഹോദരനാണ് അബ്ബാസ്, അദ്ദേഹത്തിന്റെ മകൻ. ചെറുപ്പം മുതൽ പ്രവാചകന്റെ ഒപ്പം വളർന്ന സഹാബി. പ്രവാചകൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണെന്ന് അറിയുമോ? ഏകദേശം 13. പറയുകയാണ്, എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ഇഹ്തിലാം സംഭവിച്ചിട്ടില്ല, അത്രയും ചെറിയ കുട്ടിയായിരുന്നു അദ്ദേഹം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തെ പലപ്പോഴും കൂടെ കൂട്ടുകയും ഇൽമിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ലമ്മാ തുവഫിയ റസൂലുള്ളാഹ് ഖുൽതു ലിറജുലിൻ മിനൽ അൻസാർ ഹലും നസ്അലു അസ്ഹാബ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹും അൽയൗം കസീർ. പ്രവാചകൻ മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യുവാവായിരുന്ന, കുട്ടിയായിരുന്ന 13 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ തൻ്റെ പ്രായമുള്ള ഒരു അൻസാരി യുവാവിനോട് പറഞ്ഞു, വാ, ഇന്ന് ഒരുപാട് സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് അവരുടെ അടുക്കൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രവാചകന്റെ വചനങ്ങൾ, ഹദീസുകൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. അന്നാ സഹാബി പറഞ്ഞു, ഫഖാൽ വഅജബൻ ലക യാ ഇബ്നു അബ്ബാസ് അതറ الناس يحتاجون ഇലൈക വഫീഹിം മിൻ അസ്ഹാബിൻ നബി മിൻ തറാ. അല്ല, കുട്ടിയായ നമ്മളോട് ആളുകൾ എന്തെങ്കിലും ചോദിക്കുമോ? ഇന്നിതാ വലിയ വലിയ സഹാബികൾ ജീവിച്ചിരിപ്പുണ്ട്, എന്തിന് നമ്മൾ ഇനി അവരുടെ അടുക്കൽ പോയി പഠിക്കണം? വലിയ സഹാബികളെല്ലാം ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്നാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടങ്ങിയിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഓരോ സഹാബികളുടെ അടുക്കലും പോയി അവരിൽ നിന്ന് ദീൻ പഠിച്ചെടുത്തു. അവർ പ്രവാചകനിൽ നിന്ന് കേട്ട ഹദീസുകളെല്ലാം ഞാൻ കേട്ടെടുത്തു. പറയുകയാണ്, ഞാൻ അവരുടെ വീടിന്റെ വാതിൽക്കൽ പോയി കിടക്കുമായിരുന്നു. അവർ വാതിൽ തുറക്കുമ്പോൾ പൊടിമണ്ണ് വീശിയടിച്ച മൺകൂനയിൽ മൂടിക്കിടക്കുന്ന എന്നെ കണ്ടുകൊണ്ട് അവർ ചോദിക്കുമായിരുന്നു, അല അർസൽത ഇലൈ ഫആതീക്, അല്ലയോ യാ ഇബ്നു അം റസൂലില്ലാഹ്, അല അർസൽത ഇലൈ ഫആതീക് ഫഖാലു അന അഹഖു അൻ ആതീക ഫസ്അലക. ഞങ്ങൾ വരുമായിരുന്നല്ലോ താങ്കളുടെ അടുക്കലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞതല്ല, ഞാൻ നിങ്ങളിലേക്ക് വന്നത് ദീൻ പഠിക്കാനാണ്. അങ്ങനെ പഠിച്ചെടുത്തു. അവസാനം എങ്ങനെയായെന്നറിയുമോ? പിന്നീട് അൻസാരി പറയുകയാണ്, ജനങ്ങളെല്ലാം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അടുക്കലേക്ക്, യുവാവായ അബ്ദുള്ളയുടെ അടുക്കലേക്ക് കാര്യങ്ങൾ പഠിക്കാനും ചോദിക്കാനും വന്നു. എങ്ങനെ, എവിടം വരെ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആ മന്ത്രിസഭയിലെ കൂടിയാലോചന സമിതിയിൽ 20 പോലും എത്താത്ത അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബദരീങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സഹാബികൾ ഒരിക്കൽ ചോദിച്ചു, ഈ പ്രായത്തിലുള്ള മക്കൾ ഞങ്ങളുടെ വീട്ടിലുമുണ്ട്, ഉമറെ എന്തിനാണ് ഇവിടെ ഈ സദസ്സിൽ ഇവനെ കൊണ്ടുവന്നത്? അതിന് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു മറുപടിയുണ്ട്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന വിശുദ്ധ ഖുർആൻ, അതിന്റെ തഫ്സീറാണ് ചോദിച്ചത്. എല്ലാവരും പറഞ്ഞു, അത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബ്ദുല്ലാഹ്, എന്താണ് അതിന്റെ തഫ്സീർ? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ അറിയിച്ചുകൊണ്ട്, മരണത്തെ അറിയിച്ചുകൊണ്ടുള്ള ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് ശരി. ആ പ്രായത്തിൽ അദ്ദേഹം അവിടെ എത്തി. 20 വയസ്സ് അന്ന് എത്തിയിട്ടില്ല, 16 17 വയസ്സ്. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കക്ഷികൾ ഷിയാക്കൾ മാറി നിന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ, മുസ്ലിം ഉമ്മത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അവരെ ഉപദേശിക്കാൻ, അവരെ നേർവഴിയിലാക്കാൻ, സംസാരിക്കാൻ നിയോഗിച്ചത് 20 21 വയസ്സുള്ള ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാമിലെ യുവത്വം. ഇങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സമൂഹം യുവാക്കളെ വളർത്തിയെടുത്തത്. ചരിത്രം നോക്കണം, ഇസ്ലാമിന്റെ താളുകളൊന്ന് മറിച്ചു നോക്കണം. നമ്മൾ ഇന്ന് ഭയപ്പെട്ട് കാണുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, 13 വയസ്സ് 14 വയസ്സ് 17 വയസ്സ് 21 വയസ്സ്, ഇവരെന്താകുമെന്ന നമ്മുടെ ഭയപ്പാട്. സഹോദരന്മാരെ, കൃത്യമായ ഒരു മാർഗം, കൃത്യമായ റോൾ മോഡലുകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും മ്യൂസിക്കുകൾക്കും ആഘോഷങ്ങൾക്കും പിന്നാലെ പോയി അവർ തകർന്നടിഞ്ഞു പോകുന്നത്. അവരെ കൃത്യമായി വാർത്തെടുത്താൽ, അവരുടെ ആ ബുദ്ധിപൂർമ്മത, അവരുടെ ആ ഊർജ്ജസ്വലത അത് പഠിപ്പിലേക്കും വിവരങ്ങളിലേക്കും മാറ്റിവെച്ചാൽ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന നല്ല തലമുറകളായി അവർ മാറും. അതുപോലെ തന്നെ ബദറിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇമാം തിർമിദി ذلك حديث عن سعد بن أبي وقاص قال رأيت أخي عمير قبل أن يعرضنا رسول الله صلى الله عليه وسلم يوم بدر يتوارى فقلت ما لك يا أخي عمير. سعد بن أبي وقاص رضي الله عنه പറയുകയാണ്, ബദറിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ സൈന്യത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരൻ, ചെറിയ സഹോദരൻ ഉമൈർ അവിടെയുണ്ട്. ഉമൈർ കാല് പൊക്കി നിൽക്കുകയാണ് മറ്റുള്ള ആളുകളുടെ തോളോടൊപ്പം എത്തുവാൻ വേണ്ടി. അപ്പോൾ
സഅദ് ബിൻ അബി വഖാസ് ചോദിച്ചു, ഫഖുൽതു മാ ലക യാ അഖി ഖാല ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്റിനി ഫയറുദ്നി വഅന അഹബ്ബു അൽ ഖുറൂജ് ലഅല്ല അല്ലാഹ അൻ യർസുഖനി ഷഹാദ. ഉമൈർ സഹോദരൻ സഅദ് ബിൻ അബി വഖാസിനോട് പറയുകയാണ്, പ്രവാചകൻ എൻ്റെ പൊക്കക്കുറവ് കണ്ട്, എന്നെ ചെറുപ്പമായി കണ്ട് എന്നെ മടക്കി അയച്ചേക്കാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, മടക്കി അയച്ചു. അങ്ങനെ അദ്ദേഹം കരയാൻ തുടങ്ങി. പ്രവാചകൻ പറഞ്ഞു, സൈന്യത്തിൽ ചേരാൻ പ്രായമായിട്ടില്ല മകനെ, ഉമൈറെ നീ തിരിച്ചു പോകണം. എന്നാൽ അദ്ദേഹം കരയുകയും പിന്നീട് അദ്ദേഹത്തെ ആ കൂട്ടത്തിൽ കൂട്ടുകയും ആ ബദറിൽ വെച്ച് ഷഹീദായവരെ ഈ 16 വയസ്സുള്ള ഉമൈർ റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, യുവത്വം, കുട്ടിത്തം എന്ന് പറഞ്ഞാൽ അത് നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ്. അവരെ തിന്മയിലേക്ക് നമ്മൾ കൈവിട്ട് കളയരുത്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട പാഠങ്ങൾ അവരെ കൈപിടിച്ച് കൂടെ കൂട്ടിയാൽ ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന നല്ല യുവാക്കളായി നമ്മുടെ മക്കൾ മാറിയെടുക്കും. അതിനെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ കാണുക, ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കാതിരിക്കുക, വെളിച്ചം അവർക്ക് തുറന്നു കൊടുക്കുക. അള്ളാഹു അങ്ങനെയുള്ള സ്വാലിഹായ മക്കളായി, യുവാക്കളായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. യുവത്വം അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ അതിൻ്റെ ഒരു ഏറ്റവും പക്വമായ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പറഞ്ഞ ഒരു കാര്യമുണ്ട്, 40 വയസ്സ്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅസ്ലിഹ് ലി ദുർരിയ ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ 2 ഇടത്താണ് ഈ പ്രാർത്ഥന വന്നിട്ടുള്ളത്. അല്ലാഹുവേ, എനിക്ക് നീ നൽകിയ അനുഗ്രഹം, ഈ ഐസിന്റെ ഇടയ്ക്ക് ഞാൻ ഇത്രയും എത്തി, എൻ്റെ വാപ്പക്കും ഉമ്മക്കും നൽകിയ അനുഗ്രഹം, ഇനി വരാൻ പോകുന്ന എൻ്റെ മക്കളെ കുറിച്ചുള്ള ഭയപ്പാട്, വഅസ്ലിഹ് ലി ദുർരിയ, എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി നൽകണേ എന്ന പ്രാർത്ഥന. സഹോദരന്മാരെ, നമ്മൾ ആത്മാർത്ഥമായി അത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഞാൻ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക. ആ പ്രായത്തിൽ അവരുടെ തഴയിലേക്ക് വിശുദ്ധ ഖുർആൻ ഹിഫ്ളുകൾ നമ്മൾ ഓരോന്നോരോന്നായി പഠിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അതൊരു പ്രായമാണ്, എന്തും ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരു പ്രായം. അത് വെറുതെ അലസമായി തള്ളിക്കളയരുത്. അവർക്ക് വിനോദം വേണം, ആസ്വാദനങ്ങൾ വേണം, എന്നാൽ അതിനേക്കാളപ്പുറം അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണം. നന്മയുടെ ചിന്തകൾ, അവരുടെ മുളകൾ അവരുടെ മനസ്സിലേക്ക് നമ്മൾ കുത്തി നിറക്കണം. അതൊരു പ്രായമാണ്, എന്തും ഏറ്റെടുക്കാനുള്ള ഒരു പ്രായം, എന്തിനുമുള്ള ഒരു മനസ്സ്. തളരാതെ ഉന്മേഷത്തോടുകൂടി ഗ്രൗണ്ടുകളിൽ എത്ര നേരമാണ് ആ മക്കൾ കഴിച്ചു കൂട്ടുന്നത്. നമ്മുടെ ചെറുപ്പകാലം, നമ്മൾ സ്കൂളുകൾ അവധിയായി കഴിഞ്ഞാൽ വെളുപ്പിനെ ഇറങ്ങിപ്പോകും. ഉമ്മ പറയും, രാത്രിയായപ്പോ ഇതാ ഒരു കരിക്കട്ട കയറി വന്നിരിക്കുന്നു, പോയി കുളിക്കടാ എന്ന്. അത്രയും നേരം ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, കളിയിൽ നമ്മൾ മുഴുകി. അതുപോലെ തന്നെയാണ് ഈ ബുദ്ധികൂർമ്മതയും. അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നന്മകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ പക്വതയുള്ളവരായി തീരും. ലോകം യുവാക്കളെ കാണുന്നത് പക്വതയില്ലാത്തവർ, പൊട്ടിത്തെറിക്കുന്നവർ. അങ്ങനെയല്ല ചരിത്രം. ഇസ്ലാമിന്റെ ചരിത്രം അതല്ല. ആ യുവാക്കളാണ് ഇവിടം വരെ മുസ്ലിം ലോകം എത്തി നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, അതിനെയെല്ലാം തരണം ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് കഴിയും, നമ്മുടെ പുതിയ തലമുറക്ക് കഴിയും. അവർക്കിത് നേടിക്കൊടുക്കാൻ അവർക്ക് തുറന്നു കൊടുക്കണം. വഖഫ് സ്വത്തുകൾ അനാഥകമാകുമോ എന്ന് പേടി. നാളെ നമസ്കരിക്കാൻ പള്ളിയിൽ വരണം നമ്മുടെ മക്കൾ.
ആ മക്കൾക്ക് ഈ വഖഫ് സ്വത്ത് എന്താണെന്നും ഇത് ദീൻ എന്താണെന്നും ഇസ്ലാമിക സംസ്കാരം എന്താണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്കത് ആവേശം ഉണ്ടാകും. അതൊരിക്കലും ആർക്കും തല്ലിക്കെടുത്താൻ കഴിയില്ല. അത് ഇസ്ലാമിന്റെ യുവാക്കളെ നമ്മൾ അതിന് മാറ്റിയെടുക്കുക, നമ്മുടെ മക്കൾക്ക് നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ, കുറവുകൾ അള്ളാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ യുവാക്കളെ, നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളായി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നമ്മളുടെ മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ യാ അള്ളാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ യാ അള്ളാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും സമാധാനവുമുള്ള ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ യാ അള്ളാഹ്. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വമിൻഹുമുൽ അഹ്യാഇ വൽ അംവാത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നാ കുന്നാ മിനൽ ളാലിമീൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ